നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കരുതലും കൈത്താങ്ങുമായി മന്ത്രിമാർ. പരാതി പരിഹാര അദാലത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കം. സാങ്കേതികതയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് അദാലത്തുകൾ സഹായിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. ഞായറാഴ്ച തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ബസ് സർവീസ് ആരംഭിച്ച് പൊൻകുന്നം KSRTC. രാവിലെ 5:50 മണ്ണാറശാലയ്ക്കും 6:30 കൃപാസനം പള്ളിയിലേക്കും ബസ്സുകൾ. കോട്ടയം ട്രാവൻകൂർ സിമന്റ്സിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി. 11 മാസമായി 130 ജോലിക്കാർക്ക് ശമ്പളമില്ല. കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് സർക്കാർ സഹായം വേണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വാർത്തകൾ വിശദമായി. മന്ത്രിമാർ നേതൃത്വം നൽകുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി. സാങ്കേതികതയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാരത്തിന് അദാലത്തുകൾ സഹായിക്കുമെന്ന് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. സാങ്കേതികതയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് താഴെത്തട്ടിലെത്തി പ്രായോഗിക പരിഹാരം കണ്ടെത്താനാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്ന് സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ പരാതികളും അപേക്ഷകളും തീർപ്പാക്കുന്നതിനായി മന്ത്രിമാർ പങ്കെടുത്ത് നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 2023 നടത്തിയ താലൂക്ക് തല അദാലത്തിലൂടെ ജില്ലയിൽ 3000-ലധികം പരാതികൾ പരിഹരിച്ചുവെന്നും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ 90%-ലധികം പരാതികളും പരിഹരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ആ തരത്തിലായിരിക്കും ഇവിടെ വരുന്ന പരാതികളെ സംബന്ധിച്ചോളം സാധിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇന്ന് കിട്ടിയിട്ടുള്ള മുൻകൂട്ടി കിട്ടിയ പരാതികൾ തീർപ്പുവെപ്പിക്കാൻ പറ്റുന്നതെല്ലാം കളക്ടർ തയ്യാറാക്കിയിട്ടുണ്ട് താലൂക്കുകാര്. അതേസമയത്ത് ഇന്ന് വരുന്ന ധാരാളം പരാതികൾ, ആ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് പരിഹാരം കാണാൻ പറ്റുന്ന രീതിയിലേക്ക് അത് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അത് നേരത്തെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണം കൊണ്ട് മാറ്റി നിർത്തേണ്ടതില്ല. നമുക്ക് സമയബന്ധിതമായി കൃത്യമായി നമുക്ക് ഇന്നും ഇവിടെ കിട്ടുന്ന പരാതികൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത് പരിഹരിച്ചു പോകുന്ന രൂപത്തിലേക്ക് അതിനെ സമീപിക്കും എന്ന കാര്യം കൂടി മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കാം. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് അദാലത്തിൽ പരാതികൾ കുറഞ്ഞു വന്നത് ഇത്തരം അദാലത്തുകളിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചു എന്നതിന്റെ തെളിവാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ വിവിധ തരത്തിലുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങളും സാമൂഹികമായ മാറ്റങ്ങളൊക്കെ ഇടഞ്ഞു വെക്കുമ്പോഴും ഒരു വ്യക്തിക്കുണ്ടാകാവുന്ന വിഷയങ്ങൾ, വ്യക്തിഗത വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാനോ പരിഹരിക്കാനോ സാധിക്കാതെ വരുന്നതാണ് ഈ പെൻഡിംഗ് ഫയലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. സ്കീമുകളും പ്രോജക്റ്റുകളും ഒക്കെ തടസ്സങ്ങളും വിഷയങ്ങളും എല്ലാം പരിഹരിക്കാൻ ഡിപ്പാർട്ട്മെന്റോ ഉന്നത ഉദ്യോഗസ്ഥരോ മന്ത്രിമാരൊക്കെ ഇടപെട്ടുവെങ്കിലും ഓരോ വ്യക്തിക്കും ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ സമയബന്ധിതമായി തീർക്കാൻ സാധിക്കാതെ ഉണ്ടാകാവുന്ന ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് അത് പരിഹരിക്കാൻ കൂട്ടായ ഒരു ശ്രമം ആവശ്യമാണെന്നുള്ള ഗവൺമെന്റിന്റെ ഡെഡിക്കേഷനാണ് ഈ അദാലത്തുകളുടെ പ്രധാന ഉദ്ദേശം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P. ആനന്ദ്, പാലാ RDO KP ദീപ, തഹസിൽദാർ SN അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ, ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്താണ് 5 താലൂക്കുകളിലായി അദാലത്തുകൾ നടക്കുക. വൈക്കം താലൂക്കിലെ അദാലത്ത് ഡിസംബർ 10 രാവിലെ 10 മുതൽ വൈക്കം വല്ലകം സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടക്കും. മീനച്ചിൽ താലൂക്കിലെ അദാലത്ത് ഡിസംബർ 13 രാവിലെ 10 മുതൽ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിലും, ചങ്ങനാശ്ശേരി താലൂക്കിലേത് ഡിസംബർ 16 രാവിലെ 10 മുതൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലും നടക്കും. ഡിസംബർ 12 നടക്കേണ്ട കാഞ്ഞിരപ്പള്ളി താലൂക്ക് അദാലത്ത് മാറ്റിവെച്ചിരുന്നു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം KSRTC ഡിപ്പോയിൽ നിന്നും ഞായറാഴ്ച രാവിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് 2 ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. KSRTCയുടെ പുതിയ ആശയമായ ഞായറാഴ്ച തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള ബസ് സർവീസുകളുടെ ഭാഗമായി പൊൻകുന്നം ഡിപ്പോയിൽ നിന്നും 2 ബസ്സുകൾ സർവീസ് തുടങ്ങി. മണ്ണാറശാലയിലേക്കും ആലപ്പുഴ കൃപാസനം പള്ളിയിലേക്കുമാണ് തീർത്ഥാടകർക്കായി ബസ് സർവീസുകൾ തുടങ്ങിയിട്ടുള്ളത്.
എല്ലാ ഞായറാഴ്ചയും രാവിലെ 5:50 മണ്ണാറശാലയിലേക്കും 6:30 കൃപാസനം പള്ളിയിലേക്കും ബസ്സുകൾ യാത്ര തിരിക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സർവീസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഞായറാഴ്ചകളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള തിരക്ക് പരിഗണിച്ചാണ് 2 KSRTC ബസ്സുകൾ സർവീസ് തുടങ്ങിയതെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. KSRTCയുടെ ഒരു പുതിയ ആശയമാണ് എല്ലാ ഞായറാഴ്ചകളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഉള്ള ഒരു യാത്ര. ആ യാത്രയുടെ ഭാഗമെന്ന നിലയിൽ വളരെയേറെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മണ്ണാറശാലയിലേക്ക് ഒരു സർവീസ് ഉണ്ടായിരുന്നു നമുക്ക്. ഉണ്ട് 7 മണിക്ക്. അതിൻ്റെ ഒരു നല്ല നന്മ കണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഉള്ള പിന്തുണ കൊണ്ടാണ് ഒരു പുതിയ സർവീസ് കൂടി എല്ലാ ഞായറാഴ്ചകളിലും മാത്രമായിട്ട് KSRTCയുടെ മണ്ണാറശാല ക്ഷേത്രത്തിലേക്കുള്ള ഈ ഒരു സർവീസ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം ആലപ്പുഴ കൃപാസനത്തിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ കൃപാസനം പള്ളിയിലേക്ക് തീർത്ഥാടനമായി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പ്രമുഖമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഞായറാഴ്ച ആളുകൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നല്ല സർവീസായിട്ട് ഇതിനെ രൂപകൽപ്പന ചെയ്ത് ഔദ്യോഗികമായി നാളെ രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. 5:30-നും 6:30-നും 2 സർവീസുകൾ. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി മാർട്ടിൻ, സുമേഷ് ആൻഡ്രൂസ്, ഷാക്കി സജീവ്, KSRTC ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്ന് പൊൻകുന്നം ഡിപ്പോ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സനൽകുമാർ പറഞ്ഞു. പൊൻകുന്നം ഡിപ്പോയിൽ നിന്നും മണ്ണാർശാലയിലേക്ക് രാവിലെ 5:50 എല്ലാ ഞായറാഴ്ചകളിലും ഒരു തീർത്ഥാടന സർവീസ് ആരംഭിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളും രാവിലെ 5:50 ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ആലപ്പുഴ കൃപാസനം പള്ളിയിലേക്കും എല്ലാ ഞായറാഴ്ചകളും രാവിലെ 6:30 മറ്റൊരു ഓർഡിനറി സർവീസും ആരംഭിക്കുകയാണ്. ഇത് ഈ 2 സ്ഥലങ്ങളിലേക്ക് എല്ലാ ഞായറാഴ്ചകളും വളരെ തിരക്കുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ചീഫ് ഓഫീസറിൽ നിന്നാണ് നിർദ്ദേശ പ്രകാരം നമ്മൾ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സർവീസുകൾ തുടങ്ങുന്നത്. ഇത് എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നത്തെ ഭക്തിസാന്ദ്രമാക്കി പൊൻകുന്നം ഫൊറോന തിരുക്കുടുംബ ദൈവാലയത്തിലെ തിരുനാളിന് സമാപനമായി. പട്ടണം ചുറ്റി പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ ഒന്നാകെ പങ്കാളികളായി. പൊൻകുന്നം തിരുക്കുടുംബ ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന് സമാപനമായി. തിരുനാളിന്റെ ഭാഗമായി പൊൻകുന്നം ടൗൺ കുരിശുപള്ളി ചുറ്റി നടന്ന ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം പൊൻകുന്നം പട്ടണത്തെ വിശ്വാസത്തിൽ ആറാടിച്ചു. സ്വർണം, വെള്ളി കുരിശുകളും മുത്തുക്കുടകളും ഏന്തി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. ഞായറാഴ്ച പകൽ വിവിധ സമയങ്ങളിൽ നടന്ന പരിശുദ്ധ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ശേഷം കൊടിയിറങ്ങി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ട്രാവൻകൂർ സിമന്റ്സിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി. കഴിഞ്ഞ 11 മാസമായി 130 ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് സർക്കാരിൽ നിന്നും പ്രവർത്തന മൂലധനം വേണമെന്ന ആവശ്യം ഉന്നയിക്കുമെന്ന് മാനേജ്മെന്റുമായി നടന്ന ചർച്ചയിൽ പങ്കെടുത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയം നാട്ടകം ട്രാവൻകൂർ സിമന്റ്സിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി. കഴിഞ്ഞ 11 മാസമായി ശമ്പളം മുടങ്ങിയതോടെ 130ഓളം വരുന്ന ജീവനക്കാരാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. നിലവിൽ ഫാക്ടറിയിൽ ഉൽപാദനം കഴിഞ്ഞു കിടക്കുന്ന 250 ടൺ വൈറ്റ് സിമന്റ് അടിയന്തരമായി വിൽപ്പന നടത്തി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടാക്കുവാനാണ് ട്രാവൻകൂർ സിമന്റ്സ് എംപ്ലോയീസ് യൂണിയൻ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത്. യൂണിയൻ പ്രസിഡന്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ സിമന്റ്സ് ചെയർമാൻ സണ്ണി തെക്കേടം, മാനേജിംഗ് ഡയറക്ടർ ഉല്ലാസ് കുമാർ, ജനറൽ മാനേജർ തുടങ്ങിയവരുമായിട്ടാണ് ചർച്ച നടത്തിയത്. വൈറ്റ് സിമന്റ് വിറ്റഴിക്കുന്നതിന് ഏജൻസികളെ സമീപിച്ചും അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ ഉറപ്പു നൽകി. ഇതിലൂടെ താൽക്കാലികമായി ശമ്പള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനൊപ്പം അസംസ്കൃത വസ്തു വാങ്ങി ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും നടപടിയെടുക്കും. കൂടാതെ കമ്പനിയുടെ ഫാക്ടറിയുടെ സുഗമമായ നടത്തിപ്പിന് സർക്കാരിൽ നിന്നും പ്രവർത്തന മൂലധനം വേണമെന്ന ആവശ്യമുന്നയിക്കുമെന്നും ചർച്ചയ്ക്കു ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ഗവൺമെന്റിനോട് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ തരണം എന്ന ആവശ്യം ഞങ്ങളും കൂടി ഉന്നയിക്കും.
മാനേജ്മെൻറ്റും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് ഞങ്ങൾ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇത് നാടിൻ്റെ ഒരു പൊതുവികാരമാണ്. പഴയ കാലത്തെ ഒരു കമ്പനിയാണ്. ആ കമ്പനി ഒരു അന്യാധീനപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ നിശ്ചലമായി പോകാനോ ഇടയാകരുത്. ഈ കമ്പനി പഴയതുപോലെ കൊണ്ടുവരത്തക്ക വിധത്തിലുള്ള നടപടി ഉണ്ടാകണം. അതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ഫാക്ടറിയുടെ ഇപ്പോഴത്തെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള ആവശ്യവും യൂണിയനുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം കമ്പനിയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഉൽപാദനവും വിപണനത്തിനുമുള്ള കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും പ്രവർത്തന മൂലധനത്തിന്റെ അഭാവം മൂലം ഇപ്പോൾ അസംസ്കൃത വസ്തുക്കൾ സ്ഥിരമായി വാങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ നേരിടുന്നുള്ളൂ എന്ന് മാനേജ്മെന്റ് അധികൃതരും വ്യക്തമാക്കി. എറണാകുളം കാക്കനാട്ടെ കമ്പനിയുടെ സ്ഥലം വിൽപ്പന നടത്തി നിലവിലെ ബാധ്യത കൊടുത്തു കഴിഞ്ഞതായും ഉൽപാദനം കൂട്ടി വിപണനം നടത്തി കമ്പനി ലാഭത്തിലാക്കണമെന്ന പ്രത്യാശയാണ് ഫാക്ടറിക്കുള്ളതെന്നും ചെയർമാൻ സണ്ണി തെക്കേടം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ജൂബിലി തിരുനാളിന് സമാപനം. നാടിന് പുണ്യമായി പട്ടണ പ്രദക്ഷിണം നടന്നു. സഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മാതൃഭക്തിയുടെയും പ്രതീകമായി നിലകൊള്ളുന്ന പാലാ അമലോത്സവക്കപ്പടിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. മാതാവിന്റെ തിരുസ്വരൂപവും സംഭവിച്ച് നടന്ന പട്ടണപ്രദക്ഷിണം നാടിന് പുണ്യമായി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും പൊൻകുരിശുകളുടെയും അകമ്പടിയോടെയാണ് പട്ടണപ്രദക്ഷിണം നടന്നത്. ലാലം പഴയ പള്ളി ഗ്രോട്ടോ, മാർക്കറ്റ് ജംഗ്ഷൻ, സിവിൽ സ്റ്റേഷൻ, TB റോഡിലുള്ള പന്തൽ, ന്യൂ ബസാർ, കട്ടക്കയം റോഡ്, ലാലം പഴയ പാലം ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെ എത്തി പ്രധാന വേദിയിലൂടെ പ്രദക്ഷിണം കുരിശുപള്ളിയിലെത്തി. കോട്ടയം ജില്ലയിൽ ഒന്നാമനായി പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്ക്. പ്രവർത്തന മികവിനുള്ള എക്സലൻസ് അവാർഡ് ബാങ്ക് ഏറ്റുവാങ്ങി. പ്രവർത്തന മികവിനുള്ള കേരള ബാങ്കിന്റെ സംസ്ഥാന എക്സലൻസ് അവാർഡ് പൊൻകുന്നം സഹകരണ ബാങ്കിന്. കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടുമുറിക്കലിൽ നിന്ന് ക്യാഷ് അവാർഡും മൊമന്റോയും ബാങ്ക് പ്രസിഡന്റ് K. സേതുനാഥും സെക്രട്ടറി ഗീതാ ഗോപിനാഥ് എന്നിവർ ഏറ്റുവാങ്ങി. കേരള ബാങ്ക് അംഗസംഘങ്ങളായ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ സാമ്പത്തിക വർഷത്തിലെ സാമൂഹികവും സാമ്പത്തികവുമായ ഇടപെടലുകളും സമൂഹത്തിലെ വികസന പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് എക്സലൻസ് അവാർഡ് പൊൻകുന്നം സഹകരണ ബാങ്കിന് ലഭിച്ചത്. 228 കോടി രൂപ നിക്ഷേപവും 177 കോടി രൂപ വായ്പയും നൽകി പൊൻകുന്നം ബാങ്ക് 1.70 കോടി രൂപ ലാഭം നേടിയിരുന്നു. 61 വർഷമായി ലാഭത്തിലാണ് ബാങ്കിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇതിനു മുൻപും എക്സലൻസ് അവാർഡിന് പൊൻകുന്നം ബാങ്ക് അർഹമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടിയിൽ റോഡിൽ ലോറി കുടുങ്ങി. കാളച്ചന്തയിലെ കട്ടക്കളത്തിലേക്ക് സിമന്റുമായി വന്ന ലോറിയാണ് റോഡിലെ കുഴിയിൽ വീൽ പിടിക്കാതെ കുടുങ്ങിപ്പോയത്. ഇതോടെ ഗതാഗത കുരുക്കുമുണ്ടായി. ഇന്ന് ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം. വിഴിഞ്ഞം VGF ഫണ്ട് വിഷയത്തിൽ കേന്ദ്രത്തിന്റേത് വിവേചനപരമായ സമീപനമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. അർഹതപ്പെട്ട വിഹിതം തരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ ഇതുവരെ തുക മുടക്കിയിട്ടില്ലെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. അപ്പം നമ്മുടെ സംസ്ഥാനത്തോട് വിവേചനാപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ദേശീയ പ്രാധാന്യമുള്ളൊരു തുറമുഖമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം ശ്രദ്ധേയമായി. ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ തന്നെ 70 കപ്പലുകൾ വന്നു. 1,47,000 കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അത് ലോകപ്രശസ്തി ആർജിച്ചിട്ടുള്ള ദക്ഷിണേഷ്യയിൽ ആദ്യം വന്ന ഷിപ്പ് ഉൾപ്പെടെ നിരവധി ഷിപ്പുകളാണ് വന്നുപോയത് എന്നുള്ളത് അഭിമാനകരമാണ്. ഇപ്പോൾ അതിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മദ്രാസ് IIT നമുക്ക് കൈമാറുകയും ചെയ്യും. കമ്മീഷൻ ഡേറ്റ് നമ്മൾ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള സന്ദർഭത്തിൽ VGF തരേണ്ട സമയം കൃത്യമായി നമ്മൾ തരാതിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് ഇതുപോലെ കത്തയക്കുകയും ആ കത്തിന് ഇപ്പോൾ ഇതുപോലുള്ള മറുപടി വരികയും ചെയ്യും. ഇത് അങ്ങേയറ്റം നമ്മളോട് കാണിക്കുന്ന വിവേചനാപരമായൊരു സമീപനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹം. അതുകൊണ്ട് കേന്ദ്രം ഇത് തരേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം തുടർന്നും സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം.
വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ BJP വാഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴൂർ KSEB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BJP മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് VN മനോജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS ഹരികുമാർ അധ്യക്ഷനായി. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് പൊൻകുന്നം ലീലാമഹൽ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യും. ഇരുമ്പ് ഉൽപ്പന്നങ്ങളുടെ അമിതമായ വിലക്കയറ്റം സർക്കാർ മുൻകൈയെടുത്ത് തടയണമെന്ന് സമ്മേളനം ആവശ്യപ്പെടും. പൊൻകുന്നത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം VR രാമചന്ദ്രൻ, കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു S, ജില്ലാ കമ്മിറ്റി അംഗം റെജിമോൻ C മാത്യു, വർഗീസ് ജോസ് എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റാണ് C അജികുമാർ. അതുപോലെ തന്നെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ജയരാജ് സാറാണ്. അതുപോലെ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ഇവിടുത്തെ ചെറുക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീകുമാർ സാറ്. അങ്ങനെ പിന്നെ ആ ഭാഗത്തെ പഞ്ചായത്ത് മെമ്പറും ഉണ്ട്. പിന്നെ സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് 12-ാം തീയതി നമ്മൾ ലീലാമഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ മക്കളെ ആദരിക്കുന്നുണ്ട്, മുതിർന്ന അംഗങ്ങളെ ആദരിക്കുന്നുണ്ട്. അതുപരിയായിട്ട് ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച്, ഈ സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിനോടനുബന്ധിച്ചൊരു ഷെഡ് ഞങ്ങളുടേതായ ഈ സമ്മേളനത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. മീനടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ സമരം നടത്തി. പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് CPM പറയുന്നു. മീനടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ CPIM മീനടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തി. ജലജീവൻ പദ്ധതിയിൽ സമീപ പഞ്ചായത്തിലെ ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ മീനടം പഞ്ചായത്തിലെ ഉപഭോക്താക്കൾക്ക് നിഷേധിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു പോരുന്നതെന്ന് CPM പറയുന്നു. ഗുണഭോക്താക്കളിൽ നിന്ന് അമിതമായ തുക ഈടാക്കുകയും നിലവിലുള്ള ജലനിധി പദ്ധതിയിൽ വെള്ളക്കരം ഭീമമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മീനടം പഞ്ചായത്തിലെ പ്രധാന കായിക വിനോദമായ നാടൻ പന്തുകളിയുടെ പേരിൽ ഭരണസമിതി നടത്തിയ അഴിമതി നിയമ നടപടിയുടെ ഭാഗമായി വിജിലൻസ് അന്വേഷണത്തിലേക്ക് എത്തി. അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും നിറഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി മീനടത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM രാധാകൃഷ്ണൻ പറഞ്ഞു. മുൻപ് ഇവിടെ നടപ്പിലാക്കിയിരുന്ന പദ്ധതി ജലനിധി, യഥാർത്ഥത്തിൽ ആ പദ്ധതിയെക്കുറിച്ച് പ്രിയപ്പെട്ട സന്തോഷ് സൂചിപ്പിച്ചു. 14 പദ്ധതികൾ പ്രവർത്തിക്കുന്നു, 3-4 പദ്ധതികൾ മാത്രം പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന പദ്ധതികളിൽ തന്നെ യഥാർത്ഥത്തിൽ ശുദ്ധജലം എത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ വിവിധ സമിതികൾ പ്രവർത്തിക്കുന്നു. ആ സമിതികളെല്ലാം ഒരു വിഭാഗം ആളുകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു. അവരവിടെ യോഗം ചേർന്ന് അവരുടെ താല്പര്യത്തിന് വിധേയമായി പൈസ സമാഹരിക്കുകയും അതിൻ്റെ എല്ലാം പ്രവർത്തനം തോന്നിവാസം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കാൻ വളരെ ക്രിയാത്മകമായി ചർച്ച സംഘടിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതേപോലെ തന്നെ ഈ നാട്ടിൽ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ ഇടപെടുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെയും യോഗം വിളിച്ച് ജനാധിപത്യപരമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ തയ്യാറാകണമെന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് AB ജോർജ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി സന്തോഷ് വർക്കി, സന്ദീപ് KS, സതീഷ് വർക്കി, അനൂപ് KS, ഗോകുൽ MV എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തി. 5 വിദ്യാർത്ഥികൾ ചേർന്ന് തിരിതെളിച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മീനടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സൗഹൃദ കലോത്സവം നടത്തി. വിദ്യാർത്ഥികളുടെ സർഗശേഷി വർദ്ധിപ്പിച്ച് സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് കലോത്സവം നടത്തിയത്. തളിര് എന്ന പേരിൽ നടത്തിയ കലോത്സവം വിദ്യാർത്ഥികളായ കൃപ, രമ്യ, പ്രിയങ്ക, അച്യുദാസ്, സെബിൻ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഇനങ്ങൾ ഏറെ കയ്യടി നേടി.
പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കേടം അധ്യക്ഷനായി. PM സുമിയ, റെജി ചാക്കോ, റെജീന പ്രവീൺ, പ്രസാദ് നാരായണൻ, എബി ജോർജ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ക്യാന്റീൻ ലേലം 13-ന് രാവിലെ 11:30 സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രാവിലെ 11-ന് മുമ്പായി നിരാദ്രവ്യം 5000 രൂപ ഓഫീസിൽ അടയ്ക്കണം. ലേലത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ രാവിലെ 11-ന് മുമ്പായി മുദ്രവെച്ച കവറിൽ ടെൻഡറും 5000 രൂപയുടെ DDയും സമർപ്പിക്കണം. ജില്ലാ ചെസ് അസോസിയേഷൻ കോട്ടയം YMCയുമായി ചേർന്ന് നടത്തുന്ന ജില്ലാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 14-ന് YMCA AVG ഹാളിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ 2 സ്ഥാനക്കാർക്ക് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യത ലഭിക്കും. രജിസ്ട്രേഷൻ 11 വരെ. ഫോൺ 8089525647. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ സ്റ്റോക്ക് ക്ലിയറൻസ് മേള ഡിസംബർ 9 മുതൽ 14 വരെ നടക്കും. ബേക്കർ ജംഗ്ഷനിലുള്ള CMSI കോംപ്ലക്സിലാണ് ഖാദി ഗ്രാമ മേള നടക്കുന്നത്. മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 20 മുതൽ 50% വരെ പ്രത്യേക ഡിസ്കൗണ്ടും കൂടാതെ 20% വരെ സർക്കാർ റിബേറ്റും ലഭിക്കും. ഖാദി ഗ്രാമ സൗഭാഗ്യ CMSI കോംപ്ലക്സ്, ബേക്കർ ജംഗ്ഷൻ, കോട്ടയം. ഫോൺ 048125600587. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുതലും കൈത്താങ്ങുമായി മന്ത്രിമാർ. പരാതി പരിഹാര അദാലത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കം. സാങ്കേതികതയിൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് അദാലത്തുകൾ സഹായിക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഞായറാഴ്ച തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ബസ് സർവീസ് ആരംഭിച്ച് പൊൻകുന്നം KSRTC. രാവിലെ 5:50-ന് മണ്ണാറശാലയ്ക്കും 6:30-ക്ക് കൃപാസനം പള്ളിയിലേക്കും ബസ്സുകൾ. കോട്ടയം ട്രാവൻകൂർ സിമന്റ്സിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി. 11 മാസമായി 130 ജോലിക്കാർക്ക് ശമ്പളമില്ല. കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് സർക്കാർ സഹായം വേണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.